ഗരുഡ് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ ആണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, ഈ വടക്കേ ഇന്ത്യയെ കുറിച്ച് ഈ കാലിക്കടത്ത് വിഷയം വലിയ ചർച്ച, വലിയ വാർത്തകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും നമുക്ക് അത്ര ദഹിക്കുന്ന തരത്തിലുള്ള വാർത്തകളല്ല. പക്ഷെ ഇപ്പോ ബംഗാളിലും അസ്സാമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഈ കാലിക്കടത്ത് വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിലോട്ടുള്ള അനധികൃതമായ കാലിക്കടത്ത്, അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തും എന്നും പറയപ്പെടുന്നു. എന്താണ് സാർ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം 25,000 കോടി രൂപയുടെ മൂല്യമുള്ള കന്നുകാലികളെ, പ്രത്യേകിച്ച് അതായത് പശു, കാള, ഇവയെ ബംഗ്ലാദേശിലേക്ക് കടത്തുന്നുണ്ട് എന്നാണ് സർക്കാരുകളുടെ വിലയിരുത്തല്. ഇതൊരു വലിയ ശൃംഖലയാണ്. ഇത് വലിയ രീതിയിൽ പണം മറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും കറപ്റ്റ്, അതായത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാരും, അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ BSFലെ ഉന്നത ഉദ്യോഗസ്ഥരും വരെ പങ്കാളികളാകുന്ന ഒരു ദൂഷിത വലയമാണ്. ഈ ദൂഷിത വലയമാണ് ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെ നിലനിർത്തിയിരുന്നത് എന്നുവരെ ആരോപണമുണ്ട്. ഇത് ഒരുപാട് മേഖലയിൽ ഈ കള്ളക്കടത്തുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ചർച്ച ഞാൻ തൽക്കാലം ഈ കന്നുകാലി കള്ളക്കടത്ത് എന്നുള്ള ഒരു മുഖ്യ ഏരിയയിലോട്ട് മാത്രമായിട്ട് ചുരുക്കുകയാണ്. അപ്പോ ഇത് ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ തൊട്ട് അവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നു എന്ന വ്യാജേന ലോറികൾ, ട്രക്കുകളിലും അതുപോലെ കണ്ടെയ്നറുകളിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് അത് ഒടുവിൽ ബംഗാളിൽ എത്തിച്ചേരും. എന്നിട്ട് ബംഗാളിൽ ചില കളക്ഷൻ പോയിന്റുകളുണ്ട്. അത് മുർഷിദാബാദ് പോലെയുള്ള ഈ നീതിന്യായ വ്യവസ്ഥയുടെ കൈകൾ എത്താത്ത ചില കേന്ദ്രങ്ങളുണ്ട്. അവിടുത്തെ ഇമാം ബാസാർ എന്ന ഈ ഒരു സെന്റർ ഉണ്ട്. അത് വളരെ കുപ്രസിദ്ധമാണ്. ഇങ്ങനെ നിരവധി കളക്ഷൻ പോയിന്റുകളുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ പറയുന്നത്, ഈ കള്ളക്കടത്താണ് പലപ്പോഴും നമ്മൾ ബംഗാളിലെ സർക്കാരുകൾ അതികഠിനമായ കേന്ദ്രവിരുദ്ധ നിലപാടെടുക്കുന്നു. അല്ലെങ്കിൽ ബംഗാളിലെ സർക്കാരുകൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. കേന്ദ്രത്തിലെ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ബംഗാളികൾക്ക് മത്സ്യമാംസം കഴിക്കാൻ പറ്റില്ല എന്ന്. അത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിന്റെ ദിവസം ബംഗാളിലെ BJP നേതാക്കന്മാരെല്ലാം തന്നെ ബംഗാളിൽ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യമാണ് ഹിൽസ. ആ ഹിൽസ മത്സ്യം പരസ്യമായിട്ട് കഴിച്ചുകൊണ്ടാണ് അവർ അതിനെ ചെറുത്തത്. ഇവിടെ ബംഗാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബംഗാളിലെ ബ്രാഹ്മണർ തൊട്ട് ഏറ്റവും താഴെയുള്ള സമുദായം വരെ മത്സ്യമാംസം കഴിക്കുന്നവരാണ്. പക്ഷെ അവരാരും ബീഫ് കഴിക്കില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരും മത്സ്യമാംസം കഴിക്കും. അപ്പോ സ്വാമി വിവേകാനന്ദൻ, പലർക്കും തിരിച്ചറിയാത്ത ഒരു കാര്യമാണ്, സ്വാമി വിവേകാനന്ദൻ പോലും നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു എന്നാണ് വിവേകാനന്ദ സാഹിത്യത്തിൽ തന്നെ ഉണ്ട്. അത് ബംഗാളികളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മമതാ ബാനർജിയെ പോലുള്ളവർ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ബംഗാളികളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ആരോപണം വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി വളരെ ആസൂത്രിതമായിട്ടും ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഒരു പേടിയാണ്. അതായത് BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ പശു കള്ളക്കടത്ത് അവിടെ അവസാനിക്കും. ഇപ്പോൾ ആ പേടി യാഥാർത്ഥ്യമായിരിക്കുന്നു. പശു കള്ളക്കടത്ത് ഇനി ബംഗാളിലൂടെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബംഗാളും ആസാമും ഭരിക്കുന്നത് തീപ്പൊരി നേതാക്കന്മാർ, BJPയുടെ തീപ്പൊരി നേതാക്കന്മാരായ സുഭേന്ദു അധികാരിയും അതുപോലെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുമാണ്. ആസാം ബോർഡർ വഴിയുള്ള പശു കള്ളക്കടത്ത് ഏതാണ്ട് വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവിടെ കർശനമായ നിയന്ത്രണമുണ്ട്. ബംഗാളിൽ അത് നിർബാധം തുടരുകയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയുടെ മൊത്തം നീളം എന്ന് പറയുന്നത് 4,907 കിലോമീറ്ററാണ്. അതിൽ ഏതാണ്ട് 2,600 കിലോമീറ്ററിലധികം ബംഗാളിലാണ്, അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്താണ്. അവിടെ ഏതാണ്ട് 600 കിലോമീറ്ററോളം ബോർഡർ ഫെൻസിങ് ഇല്ല. ഇതാണ് ഈ കള്ളക്കടത്തിനെ ഏറ്റവും സഹായകരമാവുന്നത്. ഈ ഫെൻസിങ് തടഞ്ഞു വരുന്നത് മമതാ ബാനർജി ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. അവിടെയാണ് ഇതിനൊരു പഴുതുണ്ടാക്കിയത്. പല രീതിയിലാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. ഫെൻസിങ് ഉള്ളിടത്ത് ഒരു ക്രെയിന് ഉപയോഗിച്ച് കന്നുകാലികളെ ആ ഫെൻസിന്റെ മുകളിലൂടെ പൊക്കി അപ്പുറത്തിടും. കാരണം ഇത് ഏതായാലും കൊല്ലാൻ കൊണ്ടുപോകുന്ന ആയതുകൊണ്ട് ഇതിന്റെ കാലൊടിഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നമല്ല. അത്ര ക്രൂരമായിട്ടാണ് ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന കന്നുകാലികളെ അവിടെ അവർ മറുകണ്ഠം കടത്തുന്നത്. പലപ്പോഴും ഇതിനെല്ലാം കൂടെ
തടികളിൽ വെച്ച് കെട്ടിയിട്ട് ഈ ബ്രഹ്മപുത്ര നദി കുറുകെ നീന്തിക്കും. അതായത് വീതി കുറഞ്ഞ ഭാഗങ്ങൾ, ബ്രഹ്മപുത്രയുടെ വീതി കുറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്, അവിടെ നീന്തിക്കും. അങ്ങനെ നീന്തിയിട്ട് അതിന്റെ പുറകെ ചെറിയ വള്ളങ്ങളിൽ കള്ളക്കടത്തുകാരുണ്ടാവും. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരം ഒരു കള്ളക്കടത്ത് ഏരിയയാണ് ഈ കന്നുകാലി കള്ളക്കടത്ത്. ഈ കള്ളക്കടത്ത് ഇവർക്ക് വലിയ സ്വാധീനമാണ്. കണക്കുകൾ പറയുന്നത് 3000-4000 രൂപയ്ക്കാണ് ഒരു കന്നുകാലി, അതായത് പശു ആയാലും കാളയായാലും, ഇത് പ്രായം ചെന്നതിനെ ആണ് വീട്ടുകാരെ ഈ വളർത്തൽ കേന്ദ്രങ്ങളിലോട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സംരക്ഷിത കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കുഴപ്പമുണ്ട്, ഈ കന്നുകാലികളെ ഗ്രാമങ്ങളിലും മിക്കവാറും ചെറിയ പട്ടണങ്ങളിലും ഒക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇവയെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ അറിയില്ല. രാത്രികളിൽ പലപ്പോഴും ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഇവയെ പിടിക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്, ആൾക്കൂട്ട ആക്രമണത്തിൽ ഈ കന്നുകാലികളെ കൊണ്ടുപോകുന്നവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാർത്ത വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലും ബംഗാളിലും ഒക്കെ തന്നെ ഇതൊരു വൈകാരിക പ്രശ്നമാണ്. ആസാമിലെയും ഹിന്ദുക്കൾ പശുമാംസം കഴിക്കില്ല. അപ്പൊ അവർ ബാക്കി എല്ലാ മാംസവും കഴിക്കുന്നവരാണ് ഈ വടക്ക് കിഴക്ക്, അതായത് പന്നി ഉൾപ്പെടെ എല്ലാം കഴിക്കും. അത് ഹിന്ദുക്കൾ എല്ലാവരും കഴിക്കും. പക്ഷെ അവിടെ അവർ പശു കാള ഈ രണ്ട് മൃഗങ്ങളെ മാത്രം അവർ കൊല്ലില്ല. ഈ പോത്തിറച്ചി പലപ്പോഴും കഴിക്കാറുണ്ട്, അതിനത്ര വലിയ തടസ്സങ്ങളൊന്നും അവിടെ ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിനകത്തിൽ പല ജോലിയിലുള്ള പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും അടങ്ങുന്ന ഒരു ദൂഷിത വലയം. ഈ ദൂഷിത വലയമാണ് പലപ്പോഴും ഈ കള്ളക്കടത്ത് സാധ്യമാക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോ ഹരിയാനയിൽ നിന്നോ UP നിന്നോ വാങ്ങുന്ന പശുവിനെ അവരെ സ്ഥലത്തെ വെറ്റിനറി ഡോക്ടറെ സ്വാധീനിച്ചിട്ട് ഇത് അടുത്ത സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാമെന്നൊരു എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടയാൻ പറ്റില്ല. വെറ്റിനറി ഡോക്ടർക്ക് അതിനൊരു എമൗണ്ട് കിട്ടും. അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് ഇപ്പൊ നേരെ ബീഹാറിലോട്ടോ അതല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോട്ടോ കൊണ്ടുപോകും. ഒടുവിൽ ഇത് എത്തിച്ചേരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ബംഗാളിലെ കളക്ഷൻ പോയിന്റുകളിലാണ്. ഒരു പശുവിന്റെ വില, അല്ലെ കാളയുടെ, ഈ വാർദ്ധക്യത്തിലെത്തിയ ഒരു പശുവിന്റെയോ കാളയുടെ വില വെറും 3000-4000 രൂപയാണ്. അത് ബംഗാളിലെ കളക്ഷൻ പോയിന്റുകളിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലെത്തുമ്പോൾ അതിന്റെ വില പലപ്പോഴും 40,000 രൂപ വരെയാണ്. ഇത് അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെത്തിയാൽ ബംഗ്ലാദേശിലെ മാർക്കറ്റിൽ വിൽക്കുന്നത് 40,000 രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിച്ചത് അവിടെ ചെല്ലുമ്പോൾ 80,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒരു കള്ളക്കടത്തുകാരന് ശരാശരി ഒരു പശുവിൽ നിന്നും അല്ലെ ഒരു കാളയിൽ നിന്നും 20,000 തൊട്ട് 25,000 രൂപ വരെ എല്ലാ തരം ചെലവുകൾ കഴിഞ്ഞ് ലാഭം കിട്ടും. ഈ 15,000 രൂപയാണ് ഒരു മൃഗത്തിന് കൊടുക്കുന്ന കൈക്കൂലി. അതായത് രാഷ്ട്രീയക്കാർക്കും കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കും അതിർത്തിയിലെ പോലീസ് അല്ലെങ്കിൽ BSF ഇവർക്ക് എല്ലാമായിട്ട് അവർ പിടിക്കുകയാണെങ്കിൽ, അതല്ലാത്ത ചില സ്ഥലങ്ങളിലൂടെ പോയാൽ ഈ പറയുന്ന BSFകാർക്കും പോലീസുകാർക്കും ഒന്നും കൊടുക്കണ്ട. അപ്പം 15,000 രൂപ ശരാശരി ഒരു മൃഗത്തിന്റെ മേൽ കൈക്കൂലി പോകുന്നുണ്ട്. ഇതാണ് ബംഗാളിന്റെ രാഷ്ട്രീയത്തെ നിലനിർത്തിയിരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം പറയാം. 1967 മുതൽ ഇപ്പോൾ 2026 വരെ ബംഗാൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ പലപ്പോഴും ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നത് ബംഗാളിലെ മുഖ്യമന്ത്രിമാരാണ്. അത് ജ്യോതി ബസു ആകട്ടെ, അതല്ലെങ്കിൽ അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ ആവട്ടെ, പിന്നീട് വന്ന മമതാ ബാനർജി ആകട്ടെ, ഇവരെല്ലാം ഇക്കാര്യത്തിൽ യോജിച്ചത്. ഇതിന്റെ കാരണം ഈ കള്ളക്കടത്ത് സംഘത്തിന് ബംഗാൾ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനമാണ്. ഈ മൊത്തം കള്ളക്കടത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കന്നുകാലികളുടേതാണ് 25,000 കോടി രൂപ. അവിടെ നടക്കുന്ന മൊത്തം കള്ളക്കടത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് $12 ബില്യൺ ആണെന്നാണ് പറയുന്നത്. അതായത് 1 ലക്ഷം കോടി രൂപയിലധികം. അങ്ങനെയുള്ള ഈ ഒരു പാരലൽ എക്കോണമി, ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ, ഈ സമ്പദ് വ്യവസ്ഥയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിനെ നിലനിർത്തിയിരുന്നത്. അപ്പൊ ഈ കന്നുകാലി കള്ളക്കടത്ത് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് പരിക്കേൽക്കും എന്നുള്ള ഒരു പേടിയാണ് ഈ കള്ളക്കടത്തുകാരെ കൊണ്ട് അവിടെ പലതും ചെയ്യിച്ചു. അവിടെ അതിർത്തി ജില്ലകളിലെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയൊഴുക്കും 5,000 രൂപ കൊടുത്താൽ മുർഷിദാബാദ് പോലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വ്യാജ റേഷൻ കാർഡ്, അതുപോലെ ഈ വ്യാജ ആധാർ, വോട്ടർ ID ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം തന്നെ ഈ വലിയ ഒരു അധോലോകം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഇത്ര വലിയ എളുപ്പത്തിൽ അവർ കൈവശപ്പെടുത്തുന്നു എന്നുള്ളത്. പലപ്പോഴും പലർക്കും സംശയം തോന്നും. അപ്പൊ ഈ സംശയം ദൂരീകരിക്കുന്ന ഇവിടെയാണ്. ഈ ഒരു വലിയ നെറ്റ്വർക്ക്
ബോംബെയിലെ ദാവൂദ് ഇബ്രാഹിമോ അല്ലെങ്കിൽ കരീം ലാലായോ യൂസഫ് പത്താനോ അതിനു മുമ്പ് ഹാജി മസ്താനോ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ പറയുന്ന ഒരു ഇത്ര വലിയൊരു സ്വാധീന ശേഷി അവർക്കില്ല. സംസ്ഥാന സർക്കാരിനെ യഥാർത്ഥത്തിൽ ബംഗാളിലും പണ്ട് ആസാമിലും നിയന്ത്രിച്ചിരുന്നത് ഈ അധോലോകമാണ്. ഇവരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിങ് നടത്തുന്നത്. ഇപ്പൊ ബംഗാളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിലൊരു ടച്ചുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി കൊല്ലുന്ന പോലല്ല, അവിടെ പലരെയും ജീവനോടെ കുഴിയെടുത്തിട്ട് കുഴിക്കകത്തിലിട്ടിട്ട് അവിടെ ഉപ്പിട്ട് മൂടും. ഈ ഇടത് സർക്കാരിന്റെ കാലത്ത് 50,000 ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ വളരെ ഓൺലുക്കർ എന്ന പത്രമാണ്, ഓൺലുക്കർ എന്ന മാഗസിൻ. അതായത് പേര് ഞാൻ മറന്നു, 2000 മുമ്പ് മരിച്ചുപോയ ഒരു വലിയ മഹാനായ ഒരു പത്രപ്രവർത്തകനാണ്, അദ്ദേഹമാണ് അത് കണ്ടെത്തിയത്. 50,000 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഈ പലരുടെയും പിന്നീട് ഇത് എക്സ്കവേറ്റ് ചെയ്തിട്ട് പലരുടെയും തലയോട്ടിയും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിലും പുറത്തെടുത്തിരുന്നു. ഉപ്പിട്ടങ്ങ് മൂടും, എതിരാളികളെ അതിക്രൂരമായിട്ട് കൊല്ലും. കാരണം ഇതൊരു സമ്പദ്ഘടനയുടെ ആവശ്യമാണ്. ഇത്തരം കൊലപാതകങ്ങൾ അവരെ എതിർക്കുന്ന എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കും. ഇത് മുർഷിദാബാദിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇമാം ബാസാർ, ഇത് അത്ര രഹസ്യമായിട്ടൊന്നും അല്ല, പരസ്യമായിട്ടാണ് ഇത്തരം ഈ കളക്ഷൻ സെന്ററുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുർഷിദാബാദിൽ ഉള്ള ഇമാം ബാസാർ കൂടാതെ അതിർത്തിയിൽ ഉടനീളം ഇത്തരം സെന്ററുകളുണ്ട്. ആ സെന്ററുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സർക്കാരിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ മൗനാനുവാദത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ കേട്ടാൽ ഞെട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. ജഗതായി, നൂർപുര, ദേബിപൂർ, ഹമീദ്പൂർ, വജീപൂർ, ഇതൊക്കെ തന്നെ അതിർത്തികൾ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിലുള്ള ഇത്തരം കളക്ഷൻ പോയിന്റ്സ് ആണ്. ഈ മുർഷിദാബാദ് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദ് ഇത്തരം ഒരുപാട് കുപ്രസിദ്ധ കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു. പലപ്പോഴും അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വളരാൻ അനുവദിക്കാതിരുന്ന ഇത്തരം രഹസ്യങ്ങൾ പുറത്തു പോകുമെന്ന് ഭയന്നിട്ടാണ്. ഇവരാണ് ലോക്കലി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായി ഈ കള്ളക്കടത്ത് സംഘങ്ങളിൽ പെടുന്നവരാണ് വരുന്നത്. ഇതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം യുപിയിലോ ബീഹാറിലോ അതല്ലെങ്കിൽ രാജസ്ഥാനിലോ ഒക്കെ പോയിട്ട് ഹരിയാനയിലും ഒക്കെ പോയിട്ട് കന്നുകാലികളെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കടത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. വന്നിട്ട് ഈ കളക്ഷൻ സെന്ററുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. മൂന്നാമതൊരു വിഭാഗമാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നത്. ബംഗ്ലാദേശിൽ ചെന്നാൽ ഒരു മൃഗത്തിന് ഏതാണ്ട് ഒരു 500 രൂപ വീതം അവിടെ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ്, അതോടുകൂടി അത് ലെജിറ്റിമേറ്റ് ആവുക. അത് അവർക്ക് കൊടുക്കേണ്ട കൈക്കൂലിയായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ എല്ലാവർക്കും കൈക്കൂലിയിലൂടെ ഭരണവും സംവിധാനവും നിലനിർത്തുന്ന ഒരു സിസ്റ്റം. ആ അധോലോകം അവരെ ലോക്കലി എല്ലാം നിയന്ത്രിക്കും. ബംഗാൾ വികസിതമായി കിടക്കാനുള്ള മറ്റൊരു കാരണവും ഇത്തരം അധോലോക സംഘങ്ങളാണ്. കാരണം വികസനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടേക്ക് ക്രമസമാധാനവും പോലീസും ജുഡീഷ്യറിയും ഒക്കെ എത്തും. അതെത്താൻ പാടില്ല. ഈ ജില്ലകളൊക്കെ തന്നെ വെറും പ്രാകൃതമായ നീതി, അതായത് സ്ഥലത്തെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും കരുത്തനായ വ്യക്തിയാണ് അവിടെ നീതി നിർവഹണം നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. കാരണം ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണ് ഗുഡ്സ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് തരാൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഇപ്പോ മമതാ ബാനർജി ഇരുന്ന സമയത്ത് അവർ പലപ്പോഴും ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് ഇന്ത്യക്കാരുടെ ഭക്ഷണത്തെക്കുറിച്ചല്ല അവരുടെ മനസ്സിലുള്ളത്, ബംഗ്ലാദേശികളുടെ ഭക്ഷണം മുടങ്ങും എന്നാണ് അവരെ അർത്ഥമാക്കുന്നത്. അത് പക്ഷെ നമ്മുടെ നാട്ടിൽ പലർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. ബംഗ്ലാദേശികളുടെ ആഹാരമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ കന്നുകാലികൾ. ഇത് മുടങ്ങും, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബംഗാളികളുടെ ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടാകും എന്നവർ പറയും. അപ്പോൾ ഈ കള്ളക്കടത്ത് ശൃംഖല ഈ ഇവിടെ പോലീസും BSFും തമ്മിൽ എപ്പോഴും സംഘർഷത്തിൽ നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എപ്പോഴും ഒരാക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് BSF അവരുടെ ജുറിസ്ഡിക്ഷൻ വിട്ടിട്ട് അവരുടെ ഏരിയ വിട്ട് പുറത്തു വന്ന് ഇതുപോലെ ആൾക്കാരെ ഉപദ്രവിക്കുന്നു. അതായത് പുറത്ത് കന്നുകാലി കടത്ത് നടത്തുന്നത് കണ്ടാലും BSFിലെ ഭടന്മാർക്ക് പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വളരെ ചുരുങ്ങിയ ഒരു അതിർത്തി ഏരിയയിൽ മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. അപ്പൊ അവരുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഇത് കൊണ്ടുപോകും. പക്ഷെ അവരെ എവിടെങ്കിലും എത്തിച്ചു കാണും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനത്തെ മുഴുവൻ നിശബ്ദമാക്കിയ ഒരു വല്ലാത്ത മനുഷ്യ മനസ്സുകളെ കിടിലം കൊള്ളിക്കുന്ന ഒരു ഭരണ സംവിധാനവും അധോലോകം എങ്ങനെ ലെജിറ്റിമേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലായിരുന്നു. ഈ കന്നുകാലി കള്ളക്കടത്ത്
എന്നത് ഇവിടുന്ന് പിന്നെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലുള്ള ഈ കാലിക്കടത്ത് ആസാമിൽ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബംഗാളിൽ നിലയ്ക്കും. എന്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം? അതോടെ പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കും. ഒരുപക്ഷെ സമയം തീരാറായിട്ടുണ്ടാവും. അതില് ആസാമിലെ ബംഗാളിലോട്ട് ഇത് മാറുമ്പോൾ അവർക്ക് കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ഈ 600 കിലോമീറ്റർ പലപ്പോഴും ബംഗ്ലാദേശിലേക്ക് കള്ളക്കടത്ത് നിലനിൽക്കാനുള്ള ഒരു കാരണമായിരുന്നു. പക്ഷെ ഇനി ഇത് നിലയ്ക്കുമ്പോൾ ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റ കനത്ത അടിയാവും. ഇത് ഒരു തലക്കടി കിട്ടിയതുപോലെയാവും. അതിന്റെ പ്രതികാരമായിട്ട് അവർ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറുകളിൽ പലപ്പോഴും അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിർത്തിക്കപ്പുറത്ത് പല ബോർഡർ ജില്ലകളിലും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അല്ല വിജയിച്ചിരിക്കുന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പല ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിൽ അവർക്കാണ് സ്വാധീനം കൂടുതൽ. ഇതിന് ഒരു കാരണം ഞാൻ കാണുന്നത് ഈ അധോലോക സംഘം തന്നെയാണ്. അപ്പൊ അവരെ പേടിച്ചിട്ടാവാം അവിടുത്തെ ആൾക്കാർ ഇവർ കൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന് പറഞ്ഞ കഴിഞ്ഞ തവണ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അട്ടിമറി നടത്തിയ മുൻ ഭരണാധികാരി മുഹമ്മദ് യൂനസ് പാലൂട്ടി വളർത്തിയ ഈ ഒരു വിഘടന പ്രസ്ഥാനമാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ ഭരിക്കുന്ന BNPക്ക് ഇതിനോട് യോജിപ്പില്ലായിരിക്കാം, പക്ഷെ അവർക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ BSFനെ ഉപയോഗിച്ച് കർശനമായിട്ട് അത് നേരിടും. അവർക്ക് പാകിസ്ഥാനെ പോലുള്ള ആയുധങ്ങളോ ഒന്നും അവരുടെ കയ്യിലില്ല. അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് കർശനമായി നേരിടും. അവരിൽ പലരും മറ്റു തൊഴിലുകളിലേക്ക് പോകേണ്ടി വരും. ഈ ഒരു സമാന്തര സമ്പദ്ഘടന തകർക്കുന്ന ഒരു തരത്തിൽ ബംഗ്ലാദേശിന്റെ സമാധാനത്തിനും പ്രയോജനപ്പെടും. ബംഗ്ലാദേശുകാർക്ക് പശുവിറച്ചി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറച്ചി തിന്നാം. പക്ഷെ അവിടുത്തെ ക്രമസമാധാനം മെച്ചപ്പെടാനും ഇത് കാരണമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇത്തരം വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.